നാളെ കാലത്ത് വൈകരുത് കേട്ടോ. എന്താ ഞാൻ വന്നിട്ട് വേണോ തന്നെ കുളിപ്പിക്കാൻ? ഹംസേ, ആ അവന്റെ കർണക്കുറ്റി നോക്കി ഒരു ഒറ്റ പൊട്ടീര് കൊടുക്കാൻ തോന്നി എനിക്ക്. ആരെ? ആ നേതാവിന്റെ. അവൻ ആ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എന്റെ സമയം അല്പം മോശം, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്താപ്പാ അത്? എന്താണെന്ന് അറിഞ്ഞില്ല. ഒന്ന് പോയി നോക്ക. അയ്യോ അച്ഛാ, വെള്ളം അടിച്ചോണ്ട് ആരെങ്കിലും കെട്ടിച്ചാടും? പിന്നെ വെള്ളം അടിച്ചോണ്ട് വെള്ളത്തിൽ ചാടാ, പിന്നെ എവിടെ ചാടാനാടൂ? അങ്ങോട്ട് കൊണ്ടുപോകും. അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് അങ്ങ് അകത്തോട്ട് എന്താ എന്താ? കുഴപ്പമൊന്നുമില്ല, ഇതിയാക്കണ സ്ഥിരം പതിവാ. കുടിച്ചിലേക്ക് കേട്ട് വീട്ടിൽ വരിക, എന്നിട്ട് വഴക്കുണ്ടാക്കുക, പിന്നെ കിണറ്റിൽ ചാടുക. ഇതിയാക്കണ സ്ഥിരം തൊഴിലാ. സീരിയസ് ആണെങ്കിലേ നമുക്ക് ബസ് എടുക്കാം, ആശുപത്രി ഉടനെ കൊണ്ടുപോകാം. പോടാ പട്ടി, ആരടാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ? ചേട്ടാ, ഇനി ചാടിയ ഞങ്ങൾ ആരും വരില്ല. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ, ഒരു ഇടി വെച്ച് കഴിഞ്ഞ. ഇടിക്കും. ഇന്ന് ആരും വന്നില്ലെങ്കിൽ കാണായിരുന്നു. എനിക്കും വയ്യ, അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ കൊണ്ട് ഞാനും തോറ്റടി. ഈ നാട്ടില് ചാരായ ഷാപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാൻ. കുടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നീ ആരടി? ദാഹം തീർക്കാനായിരിക്കും ചേട്ടൻ കിണറ്റിൽ ചാടിയത്. അതെ അതെ, ഷാപ്പിൽ തണ്ണിയടി, കിണറ്റി വെള്ളമടി. ഒച്ച വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. മോളെ, ഇയാളെ അകത്ത് കൊണ്ടുപോയിട്ട് വാഴടക്കേ. മനുഷ്യർക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണം. അതെ ചേട്ടാ, എണീറ്റാട്ടാ. നാടകം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ? മുരളി, നമുക്ക് പോവാം. വരൂ അച്ഛാ, എനിക്ക് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിയിട്ടുള്ളൂ കേട്ടോ. അച്ഛന് മരുന്നോ മറ്റോ വേണമെങ്കിൽ കുട്ടിക്ക് ഞാനൊരു പാസ് ഒപ്പിട്ട് തരട്ടെ? എനിക്കൊന്നും വേണ്ട. എന്താ? നേര് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഏയ്, അതൊന്നും സാരമില്ല. കേസിന് പോയാൽ ആളുകൾ പറഞ്ഞു കുറെ രൂപ കിട്ടുമെന്ന്. എത്ര രൂപ വേണേലും തരാമെന്ന് നിങ്ങളും പറഞ്ഞു. നിങ്ങൾ വാക്ക് പാലിക്കാതിരുന്നപ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അയ്യോ കുട്ടി, ഞാനത് മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ അവസ്ഥ ദിവസവും ദിവസവും മോശമായി വരികയാണ്. ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്നറിയാം. അതൊക്കെ പോട്ടെ, കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കണ്ട, ഞാൻ തന്നോളാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ല, ഞാൻ തരും. ബീഫ് കഴിക്കണമെങ്കിലേ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമാ ക്യാബിൽ നിന്ന് ഊണ് കഴിക്കുള്ളൂ. അവിടെ 2 or 3 പ്രാവശ്യം മതിയാവണോളം ചോറ് തരും. അതന്നെ ദൈവന്നല്ലോ. നാരായണേട്ടന്റെ കാല് പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കയറി. മുരളേട്ടാ, ഈ എച്ചിലെല്ലാം എടുത്തെടുത്ത് എന്റെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ പാപ്പ? ഹംസ ഇറങ്ങിയാ നിന്നെ കേറ്റാന്നല്ലേ പറഞ്ഞത്? കളക്ഷനൊക്കെ ആകെ മോശം, അതിന്റെ ബേജാറിലാ ഞാൻ. മുരളി, ഞാൻ കണ്ട കാര്യം പറയാണ്, കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. നമ്മളെ കണ്ടക്ടർ വത്സനല്ലേ, ആ കടന്റെ മുമ്പിലൊക്കെ ഉണ്ട്. എവിടെ? ആ കടന്റെ. മുരളി, അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശമാണ് ഇപ്പോ. മാറ് മുരളി. പട്ടി, നിന്നെ എന്നെ പെരുവഴി മുതലാളി, മുതലാളി ഇറങ്ങി വന്നിട്ടൊരു കാര്യം ചോദിക്കട്ടെ. തനിക്ക് കാത് കേട്ടൂടെ? ഓ, എന്നോടായിരുന്നോ? യോ, ഞാൻ മുതലാളിയൊന്നും അല്ല. സാറുമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? യൂണിയൻ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്.
എടുത്തോളൂ. അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം. ഒന്നുമില്ല, താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട. തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും. എന്നാലും സാരമില്ല, യൂണിയൻ ജയിക്കട്ടെ. സത്യാവസ്ഥ ഞാനൊരിക്കൽ വിശദീകരിച്ചതാണ്. ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു. ഒരു കള്ളം 100 തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാമെന്ന് വിചാരിക്കണ്ട. ആരോപണം വത്സം നിഷേധിച്ചതാണ്. യൂണിയനോടുള്ള പക തീർക്കാൻ താൻ അവനെ റോഡിലിട്ട് തല്ലി. ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? സുഹൃത്തെ, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. നിന്റെ കുളിര് മാറ്റേണ്ട എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാവടാ. ദേ സൂക്ഷിച്ച് സംസാരിക്കണം. എടാ പോടാന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ, സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നിന്റെ നാശം അടുത്തിരിക്കുകയാണെന്ന് കരുതിക്കോ. എടാ ചോട്ടാ നേതാവേ, മൂർഖം പടമെടുക്കുന്ന കണ്ടാൽ മനസ്സിലാവും. ഞാഞ്ഞൂല അതിനെ ശ്രമിച്ചാലേ കാണാൻ മഹാവൃത്തിയോടായിരിക്കും. അവസാനമായിട്ട് പറയുക, യൂണിയനോടും വത്സനോടും മാപ്പി ചോദിക്കുക. വത്സനെ ജോലി തിരിച്ചെടുക്കുക. തനിക്ക് നാണമില്ലേ ഇത് പറയാൻ? ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും. ഓഹോ, അപ്പൊ പിന്നെ രക്ഷയില്ല. നമുക്ക് തെരുവ് വെച്ച് കാണാം. കാണാം, എവിടെ വെച്ച് വേണേലും കാണാം. ഇപ്പൊ കാണണോ? കാണാം. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി, ഇത് ഫോണടിച്ച് വണ്ടി എടുക്കണോ? എന്തിനാ? അവരുടെ തല്ലുകൊണ്ട് ചാവാനാ? ചോരക്കളിക്ക് ഞാനില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, 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 തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. കാക്കി അണിഞ്ഞൊരു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല മുരളി. നടക്കട്ടോ. മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. ആ കള്ളന്റെ നെറ്റിയിലെ കെട്ട് കണ്ടോ? കണ്ട് മുരളിന്റെ അടി കിട്ടിയിട്ട് പൊട്ടിയതാന്ന് വരുത്താനാവും. ഓ, മേക്കപ്പ് ചെയ്ത് എഫക്റ്റ് വരുത്തിയിരിക്കുകയാണ്. രക്തസാക്ഷി ഏതായാലും കിട്ടിയില്ല, അപ്പൊ കൂടെ രക്തം കെടുക്കട്ടെ എന്ന് കരുതി. ശരിക്കും രണ്ട് കൊടുക്കേണ്ടതായിരുന്നു. ശരിയാ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഇതെന്തു പറ്റി പ്രഭാര? മുന്നറിയിപ്പില്ല, പെട്ടെന്നൊരു സമരം. ഓണർക്ക് മുന്നറിയിപ്പ് നോട്ടീസ് കൊടുത്തു. ഞങ്ങളുടെ ഒരു മെമ്പർ അയാൾ തല്ലി സാറേ. തിരിച്ചടിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയാ. ഗൾഫ് മോട്ടോഴ്സ്, ഇതാ ദുബായിക്കാരൻ്റെ അല്ലേ? അതെ, അവൻ മഹാ സാറേ. എന്നാൽ ഈ സ്കൂൾ ഓഫീസ് സമയത്ത് ഇത് വേണമായിരുന്നോ? വേണമായിരുന്നു. എവിടെ? ഓണർ സ്ഥലത്തില്ലേ? അവൻ തന്നെ. ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ. ഒരു ഗൾഫുകാരൻ കണ്ടക്ടർ ആകാന്ന് വെച്ചാൽ അവന്റെ സിറ്റുവേഷൻ ഇച്ചിരി മോശമായിരിക്കണമല്ലോ. ഓക്കെ അടവാ സാറേ. എന്താ ഇതൊക്കെ? സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങണമെന്നുണ്ടോ? കടിച്ചാ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം. ഓഹോ, ആള് വലിയ വാശിയിലാണല്ലോ. ആണെങ്കില് അയ്യോ, എന്നോട് ചൂടാകണ്ട. ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യതയുണ്ടോന്ന് നോക്കുമായിരുന്നു. ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ. ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല, ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക് ആവും. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല. ഞാനൊരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ. കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു. യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു. സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ. ഇയാൾ ധിക്കാരിയാണ്. ഇയാൾ ഇട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ. അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ്. അത് ഞങ്ങൾ കണ്ടതാണ്. ഹാട്ടിൻ ചൊല്ലിട്ട ചെന്നായാണ് ഇയാൾ. അല്പ സംയമനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം. തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാര് പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട്. ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ചവനെ ഇദ്ദേഹം തല്ലിയന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ?
ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല. വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു. അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു. സർ, ഞാൻ ആകെ കടത്തിലായിരുന്നു. ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാ ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത്. രൂപ കെട്ടത് സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം. ഒരാരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല, കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം. എനിക്കാരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല. ഇയാൾ ധിക്കാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ടാ അനുരഞ്ജനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാ അത്. യാത്രക്കാർ നടന്നോട്ടുന്നോ? ഒരു ഓഫീസറായിട്ടല്ല, ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ, നിങ്ങളൊരു കോംപ്രമൈസിലെത്തണം. ഞങ്ങൾ ഒരുക്കമാണ് സർ. വത്സനെ തിരിച്ചെടുക്കണം, മാപ്പ് പറയണം, പിരിച്ചുവിട്ട അന്ന് മുതലുള്ള നഷ്ടവും കൊടുക്കണം. സർ, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം. ഒരു കള്ളനെ ജോലിക്കെടുക്കുന്ന പ്രശ്നമില്ല, ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ല. അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ. നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാനില്ലടാ. തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ. മിസ്റ്റർ മുരളീധരൻ, ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും. എവിടെ വരണമെന്ന് പറയടാ, ഞാൻ അവിടെ വരാം. കാണാം. കാണാം.